ബട്ടർഫ്ലൈ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പാൽക്കപ്പയുടെ ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് കാണാം. അതിനായി ഞാനിവിടെ 1.5 കിലോ കപ്പ തൊലി കളഞ്ഞെടുത്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കപ്പ മൂടി കിടക്കുന്ന രൂപത്തിൽ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തുള്ള വെള്ളം ഊറ്റിക്കളയാം. വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനകത്ത് വെച്ചതിനകത്ത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 5 പച്ചമുളക്, 5 ചെറിയുള്ളി, ഇവ ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ചേർത്ത് 400 ml അളവിൽ പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി പാത്രത്തിന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് തിളച്ച് വറ്റുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാൽക്കപ്പ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വറവിട്ടെടുക്കാം. വറവിട്ടെടുക്കാനായി ഞാനിവിടെ ചൂടാക്കിയ പാത്രത്തിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് 5 കതിർപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ പാൽക്കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.